welcome back to our channel. ഇന്ന് ഞങ്ങൾ ഒഫാറോവ വാട്ടർഫോളിലേക്ക് പോകുവാണ്. അത് ഒരു വാട്ടർഫോൾ, ചെറിയൊരു വാട്ടർഫോളാണ്. ഞങ്ങൾ പണ്ടവിടെ പോയിട്ടുണ്ട്, പക്ഷേ അക്കുരൊന്നും അത്ര ഓർമ്മയില്ല. അവനൊരു 3 വയസ്സൊക്കെ ആയപ്പോൾ പോയാന്ന് തോന്നുന്നു അല്ലേ അമ്മേ? 6 months. അല്ല 6 months. 2 years old ആണോ? അല്ല 2 or 1? അല്ല 6 months. 6 months ആയപ്പോൾ പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ അക്കുവിന് അത്ര ഓർമ്മയില്ല. ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു, അപ്പോൾ അക്കുവിന് ഓർമ്മയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ലേക്ക് പോലെ ഉണ്ട്, പൂൾ പോലെയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നീന്താൻ പോകുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും വന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഫറോ ഫോളിലേക്ക് പോകുന്ന വഴിക്ക് പെയ്റോവ എന്നൊരു സ്ഥലത്തെത്തിയാണ്. നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് കയറിയാണ്. ഇത് പെയ്റോവ ഡിസ്ട്രിക്ട് വാർ മെമ്മോറിയൽ ഹാളാണ് ഇവിടുത്തെ. ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ മെക്ഡിയിൽ വല്ല കഴിക്കാമെന്ന് വെച്ച് കയറിയാണ്. ഇത് ഇവിടുത്തെ നമ്മൾ മെക്ഡി കയറിയല്ലോ, ഇവിടുത്തെ ഒരു പ്ലേ ഏരിയയാണ്, കിഡ്സിന് കളിക്കാനുള്ള. ഒരുമാതിരിപ്പെട്ട എല്ലാ മെക്ഡികളിലും ഉണ്ട് പ്ലേ ഏരിയ. ചിലതിൽ ഇത് ഗ്രാൻഡാണ്, ഇവിടെ ഇത്തിരി കുഴപ്പമില്ലാത്തതുകൊണ്ട് ചെറിയൊരു സെറ്റപ്പിൽ പിള്ളേർ ഹാപ്പിയാണ്. പിള്ളേർ വന്ന് കളിക്കും, നമുക്ക് ആ സമയത്ത് സമാധാനമായിട്ട് ഫുഡ് അടിക്കാം. അതല്ല ഉദ്ദേശം, പിള്ളേർ കളിച്ചിരുന്നുള്ളൂ. അപ്പോൾ എവിടെ പോവാന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കൂട്ടാ. അല്ല, നമ്മള് വാട്ടർഫോളിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ സ്വിം ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയൊക്കെയാണ്, ഗംബൂട്ടും. അപ്പം നമ്മൾ ഐഷു പറഞ്ഞ പോലെ വഴക്ക് പിടിക്കല്ലേ, ഐഷുവിന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ വാട്ടർഫോൾ പോകാനായിട്ട് ഇറങ്ങിയതാണ്. പോരുന്ന വഴിക്ക് പൈറോവ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ചെറിയൊരു ടൗണിലെത്തി. അവിടെ എത്തിയപ്പം വിശന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് മക്ഡൊണാൾഡ്സ് കയറി. ഞാനിത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. കോൾഡ് കോഫിയോ? നല്ല 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 സുഖമുണ്ട്. വേണോ? ട്രൈ ചെയ്ത് നോക്കി. വേണ്ട, കുടിച്ചു പറ്റേക്കും. അക്കുന് വേണോ കോൾഡ് കോഫി? ഇത് വേണ്ട, ഐഷുന് വേണോ? അവിടെ ആക്കല്ലേ, അത് അച്ഛൻ്റെ ബർഗറാ. ഇവിടെ എടുത്ത് വെക്കും. ആണോ? അപ്പം എൻ്റെ അടുത്ത് നഗറ്റ്സ് മതി എന്ന് പറഞ്ഞിട്ടില്ല അമ്മ അത് ഓർഡർ ചെയ്തത്. കഴിഞ്ഞ ദിവസം ബർഗർ മേടിച്ചിട്ട് അതേപോലെ അസ്വസ്ഥനാണ്. എപ്പോഴും അസ്വസ്ഥനല്ലാത്തത്, എപ്പോഴും കച്ചറയാണ് ഇല്ലേടി, ഫുൾ ടൈം കച്ചറയാണ്. അപ്പം നമ്മളിവിടെ പൈറോവ ടൗണിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് നിന്നപ്പോഴാണ് നമ്മൾ ഈ ജയൻറ്റ് ബോട്ടിൽ കണ്ടത്. ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. LNP ഡ്രിങ്ക് ന്യൂസിലൻഡിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. LNP ഡ്രിങ്ക് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ ലെമൺ ആൻഡ് പൈറോവ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ നെയിം. ഇതിനൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. ഇത് 1907 സ്റ്റാർട്ട് ചെയ്തത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടൗണിലെ ഒരു പ്രത്യേക സ്ഥലത്തായിട്ട് ഇവിടുത്തെ ആൾക്കാർ 1907 കണ്ടുപിടിച്ചു. ഇവിടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ മിനറൽ വാട്ടർ, നാച്ചുറലി ഫിസി ആയിരുന്നു, കാർബണേറ്റഡ് വാട്ടർ ആയിരുന്നു അത്. നാച്ചുറലായിട്ട് ഫിസി ഡ്രിങ്ക് കാർബണേറ്റഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ അവരത് കണ്ടുപിടിച്ചു. അവരത് ലെമണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി. അങ്ങനെ LNP എന്നൊരു ഡ്രിങ്ക്. അത് പിന്നെ ഗ്രാജുവലി വളർന്ന് ഇപ്പോൾ അത് കൊക്കോക്കോള എങ്ങാണ്ട് ഏറ്റെടുത്തു എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയില്ല. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള LNP ഡ്രിങ്ക് ഇതിപ്പം ന്യൂസിലൻഡ് മൊത്തം ഓസ്ട്രേലിയയിലും ഒക്കെ കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് ഇത്രയും ഫേമസ് ആയിട്ട് ഉത്ഭവിച്ച ഒരു കൊച്ചു ടൗണാണിത്. അപ്പോൾ ഞങ്ങളിവിടെ ഒഫറോവ വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ എത്തി.
എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കൊണ്ടേ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കതിന് ഒത്തിരിയും ഓർമ്മയില്ല. പിന്നെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, അതല്ലാതെ വേറൊന്നും ഓർമ്മയില്ല. ഞങ്ങൾ ഇച്ചിരി ഒരു സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൽ കയറാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മളിവിടെ എത്തിയത് എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ ഒഫാറോറ ഫോൾസ്. പറയാൻ കിട്ടുന്നില്ല അല്ലേ? പറയാൻ കിട്ടുന്നുണ്ടോ? പറ. ഒഫറോവ ഫോൾസ്. അപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മ വരുന്നത് അക്കുവിനെ 6 മാസമുള്ള അക്കുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ചതൊക്കെ ഓർമ്മ വരുന്നു. കണ്ട ആൾക്കാർ അതിൻ്റെ അവിടെ കിടന്ന് കുളിക്കുന്നുണ്ട്. ചെറിയൊരു പൂള് പോലെയാണ്. ചുറ്റിനും കണ്ടോ നേച്ചറിൻ്റെ പോലെ ഒരു ബുഷും കാര്യങ്ങളും ഒക്കെ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗി. No, not now. Just wait. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത്ര വെള്ളമില്ലായിരുന്നോ? ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇച്ചിരി ഹൈറ്റിൽ കയറി ചാടുമല്ലോ. ഇപ്പോൾ നന്നായിട്ട് വെള്ളം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് നല്ല സ്ട്രെൻഡാണ്. ഭയങ്കര സൂപ്പറായിട്ട് ഞങ്ങൾ പൊക്കത്തേക്കൊന്നും കയറി ചാടാനൊന്നും പറ്റില്ല. ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക. കയറി ചാടാനൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഭയങ്കര വഴുക്കലാണ്. അപ്പോൾ ബി കെയർഫുൾ വേറെ ആരും വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുളിയെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങാം. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒട്ടും ആളില്ലായിരുന്നു കേട്ടോ. ഇപ്പം തിരക്കായി തുടങ്ങി, അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഗ്യാങ് ഒക്കെ വന്ന് ചാടി നീന്തുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഇവർ രണ്ടുപേരും അതുകൊണ്ട് ഇത്തിരി കച്ചറയായിരുന്നു. തണുപ്പ് കൂടിയെന്നും പറഞ്ഞ് രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് കയറി പോന്നു. പക്ഷെ ഞാനും അനു നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേടാ? എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ലൊരു എന്നാ പറയുന്നേ, ഭയങ്കര ഒരു റിഫ്രഷ് ചെയ്ത പോലത്തെ അല്ലേ, മനസ്സും ഒക്കെ ഒരു തണുത്ത പോലെ. ശരിക്കും കാടിന്റെ നടുക്ക് വന്ന് ഒരു കുളിയും കഴിഞ്ഞ് നടന്നു പോകുന്ന പോലെ. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങള് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആ സുഖം. സാധാരണ ബീച്ചിലെ ഏറ്റവും കോൾഡ് വാട്ടറിൽ പോലും കിടന്ന് നിന്ന് ചാടുന്നവരാണ്. അവർക്ക് രണ്ടുപേർക്കും ഇന്ന് പറ്റൂലായിരുന്നു. ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞ ബീച്ചിലുള്ള ഇച്ചിരി കൂടെ വാമറാണ്. വാം വാട്ടറിൽ അമ്മയ്ക്ക് അതന്നെ ഇവിടുത്തെ എന്ത് തണുപ്പാന്നറിയാം, ഇവിടുത്തെ അതിനേക്കാളും തണുപ്പാ. പക്ഷെ ശരിക്കും ലൈക്ക് ചൂടുവെള്ളത്തില് അമ്മയ്ക്ക് ഭയങ്കര തണുപ്പാ അമ്മയ്ക്ക്, മറ്റേ ഇച്ചിരി വാം വാട്ടറില്. ഇല്ല, എനിക്ക് നല്ല എന്നാ പറയുന്നേ, എനിക്ക് അങ്ങനെ വലിയ തണുപ്പൊന്നും തോന്നിയില്ല. ഭയങ്കര ഒരു സുഖമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് നീന്തി, നന്നായിട്ട് കുളിച്ചു. ഇനിയൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് പോകുന്ന വഴി ഹാമിൽട്ടണിലോ എവിടെന്നെങ്കിലും ഒരു മസാല ടീയോ ചായയോ എല്ലാം കുടിച്ചാലോ, പയറുവേലി കയറിയിട്ട്. അപ്പോൾ എവിടുന്ന് കേടും. അപ്പോൾ എനിവേ ഇവിടുന്ന് കഴിഞ്ഞിറങ്ങുക.